നെക്സ്റ്റ് filing ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ ആണ്. ദ പ്രോസസ് ഓഫ് ഇലക്ട്രോണിക്കലി ഫയലിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ത്രൂ ദി ഇൻ്റർനെറ്റ് ഈസ് നോൺ ആസ് ഫയലിംഗ് ആണ്. അതായത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ഇൻ്റർനെറ്റ് വഴിയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഫയലിംഗ് എന്ന് പറയുന്നത്. വിത്തൗട്ട് ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് ആയിട്ട് ചെയ്യാം. ഫയലിംഗ് ദ ഇൻകം ടാക്സ് റിട്ടേൺ ത്രൂ റിട്ടേൺ ഇൻ്റർമീഡിയറി വിത്ത് ഓർ വിത്തൗട്ട് ഡിജിറ്റൽ സിഗ്നേച്ചർ ആയിട്ട് ചെയ്യാം. യൂസ് ഓഫ് ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് ടു ഫയൽ. ദർ ഈസ് നോ ഫർദർ ആക്ഷൻ നീഡഡ് ഇൻ ദിസ് കേസ്. ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് ടു ഫയൽ. അപ്പോൾ ഫയലിങ്ങിൻ്റെ സ്റ്റെപ്സ് ആണ്. ഫയലിംഗ് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുക, ഇൻകം ടാക്സ് റിട്ടേൺ ഡൗൺലോഡ്, ഇൻകം ടാക്സ് റിട്ടേൺ കാണിക്കുക, ഫയൽ ദ റിട്ടേൺ, അപ്ലോഡ് ദ റിട്ടേൺ, ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഈഫ് ആപ്ലിക്കബിൾ ആൻഡ് അവൈലബിൾ, ക്ലിക്സ് സബ്മിറ്റ്. അപ്പോൾ അത് എങ്ങനെയാണ് ഫയലിംഗ് റിട്ടേൺ സമർപ്പിക്കുക എന്നുള്ള സ്റ്റെപ്പുകളാണ് കേട്ടോ പറഞ്ഞത്. നെക്സ്റ്റ് പാൻ ആണ്, പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ ആണ്. ഇറ്റ് ഈസ് എ നമ്പർ വിച്ച് ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ഈച്ച് അസസി റിഗാർഡിംഗ് ദ ടാക്സ് മാറ്റേഴ്സ് അറിയാനായിട്ടുള്ളതാണ്. അതിൽ 10 ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സാണ് ഉണ്ടായിരിക്കുക. ലാമിനേറ്റഡ് കാർഡായിരിക്കും. ഇത് നിർബന്ധമായിട്ടും ആവശ്യമുള്ള കേസസാണ് പറയുന്നത്. എക്സംഷൻ ലിമിറ്റിനേക്കാളും കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ, പിന്നെ അതർ പേഴ്സൻ്റെ ഇതിൽ ടാക്സ് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, സെയിൽ ഓർ പർച്ചേസ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, പിന്നെ ടൈം ഡെപ്പോസിറ്റ് എക്സീഡ്സ് ₹50,000 ഇൻ എ ബാങ്കിൽ 50,000 മുകളിലുള്ള ഡെപ്പോസിറ്റ് നടത്തുമ്പോൾ ഇൻ ക്യാഷ് അഗ്രിഗേറ്റിംഗ് ₹50,000 ഓർ മോർ, പിന്നെ ഡിമാറ്റ് അക്കൗണ്ട്, പർച്ചേസ് ഓഫ് യൂണിറ്റ് ഓഫ് മ്യൂച്വൽ ഫണ്ട് ₹50,000 ഓർ മോർ പർച്ചേസ് ചെയ്യുമ്പോൾ, പിന്നെ പേയ്മെൻറ്റ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം എക്സീഡിങ് 50,000, അപ്ലിക്കേഷൻ ഫോർ ക്രെഡിറ്റ് കാർഡ് ഓർ ഡെബിറ്റ് കാർഡ് ടു ബാങ്കിങ് കമ്പനി, പർച്ചേസ് ബാങ്ക് ഡ്രാഫ്റ്റ് എക്സീഡിങ് ₹50,000. ദെൻ അസസ്മെൻ്റ് ആണ് നെക്സ്റ്റ് പറയുന്നത്. അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ടാക്സ് പേയബിൾ, അസസ്സി എത്രയാണ് എമൗണ്ട് ടാക്സ് പേയ്മെൻറ്റ് നടത്തേണ്ടത് എന്നുള്ളതിന് അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന ഇതിനെയാണ് എന്ത് പറയുക, അസസ്മെൻ്റ് എന്ന് പറയുന്നത്. അതിൽ സെൽഫ് അസസ്മെൻ്റ് എന്ന് പറയുമ്പോൾ വേർ എനി ടാക്സ് ഈസ് പേയബിൾ ഓൺ ദ ബേസിസ് ഓഫ് എനി റിട്ടേൺ furnished by the assessee after deducting advance payment or TDS if any, the assessee is required to pay tax before the filing of the return of income. ഇൻകം ഫയൽ ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ ഇത് കിട്ടുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യാം, എത്രയാണ് വരിക എന്നുള്ളത് ടാക്സൊക്കെ പേയ്മെൻറ്റ് നടത്താം. ഇഫ് ആൻ അസസി ഹിംസെൽഫ് ഫുൾഫിൽസ് ദ എബവ് ലീഗൽ റിക്വയർമെൻറ്റ്, അയാൾ ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് സെൽഫ് അസസ്മെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് റിട്ടേൺ. വേറെ റിട്ടേൺ ഹാസ് ബീൻ ഫയൽഡ് ബൈ എൻ അസസി, ദ അസസിങ് ഓഫീസർ വിൽ അസസ് ദ ഇൻകം. അതായത് അത് ഫയൽ ചെയ്തതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ അസസിങ് ഓഫീസർ ഇയാളുടെ ഇൻകം എത്രയാണ് ഉള്ളത് എന്നുള്ളത് അസസ് ചെയ്തിട്ട് സച്ച് അസസ്മെൻറ്റിനെയാണ് ഓൺ ദ ബേസിസ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. റെഗുലർ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻ്റ് ആണ്. ബേസിസ് ഓഫ് എവിഡൻസിൻ്റെ ഒക്കെ കേസിൽ ഓൺ ദ ബേസിസ് ഓഫ് എവിഡൻസ് എന്ന് പറയുമ്പോൾ വേറെ വോളണ്ടറി റിട്ടേൺ ഓർ കമ്പനി റിട്ടേൺ ഹാസ് ബീൻ ഫർണിഷ്ഡ് ബൈ എൻ അസസി ആൻഡ് ദ ഓഫീസർ കൺസിഡേഴ്സ് അതിൻ്റെ നെസസറി ആയിട്ടുള്ള എവിഡൻസ്, കറക്റ്റ്നെസ്, റിട്ടേൺ, അസസിയുടെ എല്ലാ സംഭവങ്ങളും നോക്കിയിട്ട് ഓഫീസിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എല്ലാ എവിഡൻസും സപ്പോർട്ടീവ് എവിഡൻസും എല്ലാം നോക്കിയിട്ട് അസസ് ചെയ്യുന്നതാണ് എവിഡൻസ് ഓഫ് സ്ക്രൂട്ടിനി അസസ്മെൻ്റ് എന്ന് പറയുന്നത്. ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് ഓഫ് എക്സ്പാർട്ട് അസസ്മെൻ്റ് ഉണ്ട്. റെഗുലർ അസസ്മെൻറ്റിലത്തെ വേറൊരു ടൈപ്പാണ്. അവിടെ ഇറ്റ് ഈസ് എൻ അസസ്മെൻറ്റ് ബൈ ദ അസസിങ് ഓഫീസർ ടു ദ ബെസ്റ്റ് ഓഫ് ഹിസ് ജഡ്ജ്മെൻറ്റ് ആഫ്റ്റർ ടേക്കിംഗ് ഇൻ ടു ആൾ റെലവൻറ്റ് മെറ്റീരിയൽസ് എല്ലാം കളക്ട് ചെയ്തിട്ട് നോക്കുന്നതാണ്. അതിൽ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റിൽ കമ്പൽസറി ബെസ്റ്റ് ജഡ്ജ്മെൻ്റ് ഉണ്ട്. എന്തെങ്കിലും വോളണ്ടറി റിട്ടേൺസൊക്കെ ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ അതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കേട്ടോ. where the return has been made but assessing officer considers it to be incorrect and serves a notice upon the assessee. ഇയാൾ തെറ്റായിട്ടാണ് അത് കണ്ടത് എന്നുണ്ടെങ്കിൽ അസസിക്ക് നോട്ടീസൊക്കെ അയക്കണം. ആ രീതിയിലുള്ള
ഇതൊക്കെയാണ് കമ്പൽസറി ബെസ്റ്റ് ജഡ്ജ്മെൻറ്റിൽ വരിക. പിന്നെ ഡിസ്ക്രിഷണറി ബെസ്റ്റ് ജഡ്ജ്മെൻ്റ് ഉണ്ട്. ഡിസ്ക്രിഷണറി എന്ന് പറയുമ്പോൾ അയാളത് സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ്നെസ് ഓർ ദ കംപ്ലീറ്റ്നെസ് ഓഫ് ദി അക്കൗണ്ട്സ് ഓഫ് ദി അസസി ഓർ വേർ നോ മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് ഹാസ് ബീൻ റെഗുലർലി എംപ്ലോയിഡ് ബൈ ദ അസസി ദ അസസിങ് ഓഫീസർ ഇൻ ഹിസ് ഡിസ്ക്രിഷൻ മേക്ക് ദ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ്. അപ്പോൾ എന്ത് ചെയ്യും, അയാളത് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റിന് നോക്കുന്നുള്ളതാണ് പറയുന്നത്. പിന്നെ റീ അസസ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻകം എസ്കേപ്പിംഗ് അസസ്മെൻ്റ് ആണ്. An income is said to be escaped assessment when it has not been charged to tax in the originally tax അടച്ചിട്ടില്ല റൈറ്റ് ബിലോങ്സ്. അതായത് അസസ്മെൻറ്റ് ഇയറിൽ ശരിക്കും ടാക്സ് അടയ്ക്കേണ്ടതാണ് പക്ഷേ അടച്ചിട്ടില്ല. ഇൻകമ്മെ എസ്കേപ്പ് അസസ്മെൻറ്റ് എയ്തർ ബൈ വേ ഓഫ് നോൺ അസസ്മെൻറ്റ് ഓർ അണ്ടർ അസസ്മെൻറ്റ്. ഇൻകത്തിന് ടാക്സ് അടയ്ക്കേണ്ട ഇൻകൊക്കെ ഉണ്ട് പക്ഷേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എസ്കേപ്പിംഗ് ഇൻകം അസസ്മെൻറ്റ് എന്നാണ് അതിന് പറയുക. അതിൽ നോൺ അസസ്മെൻ്റ് ഉണ്ട്, അണ്ടർ അസസ്മെൻ്റ് ഉണ്ട്. വെറുതെ അസസി ഹാസ് നോട്ട് ബീൻ അസസ്ഡ് അറ്റ് ആൾ, അസസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നോൺ അസസ്മെൻറ്റ്. അണ്ടർ അസസ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഇൻകം ഈസ് അണ്ടർ അസസ്മെൻറ്റ് മേ എറൈസ് ഓൺ അക്കൗണ്ട് ഓഫ് നമ്പർ ഓഫ് റീസൺസ്. പല റീസൺ ഉണ്ടായിരിക്കാം. അണ്ടർ ഇൻകം ഈസ് അണ്ടർ അസസ്ഡ് വേർ ദ ഇൻകം ഹാസ് നോട്ട് ബീൻ ഫുള്ളി ബ്രോട്ട് ടു ടാക്സ്. അതായത് ഇൻകം ഈസ് അണ്ടർ അസസ്മെൻറ്റ് മേ എറൈസ് ഓൺ അക്കൗണ്ട് ഓഫ് നമ്പർ ഓഫ് പല റീസൺസ് കാരണം കൊണ്ടാണ് അസസ്മെൻറ്റിൻ്റെ താഴേക്ക് വന്നത്. ദ ഇൻകം ഈസ് അണ്ടർ അസസ്ഡ് വേർ ദ എമൗണ്ട് ഹാസ് നോട്ട് ബീൻ ഫുള്ളി ബ്രോട്ട് ടു ടാക്സ്. മുഴുവനായിട്ടും ടാക്സിൽ അങ്ങനെ കാണിക്കാതെ വരുമ്പോഴാണ് ഈ അണ്ടർ അസസ്മെൻറ്റ് നടത്തുക. പിന്നെ പ്രിക്വേഷണറി ഓർ പ്രോ ആക്റ്റീവ് അസസ്മെൻ്റ് ഉണ്ട്. ദ അസസിങ് ഓഫീസർ ക്യാൻ കമൻസ് പ്രൊസീഡിങ്സ് ടു ഡിറ്റർമിൻ ദ ക്വസ്റ്റ്യൻ ആസ് ഹൂ ഈസ് റെസ്പോൺസിബിൾ ടു പേ ടാക്സസ്. സച്ച് ആൻ അസസ്മെൻറ്റ് ഈസ് കാൾഡ് പ്രിക്വേഷണറി. അതായത് അസസിങ് ഓഫീസർ പ്രൊസീഡിങ്സ് ടു ഡിറ്റർമിൻ ദ ക്വസ്റ്റ്യൻ ഹൂ ഈസ് ആരാണ് ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് നോക്കിയിട്ട് അസസ്മെൻറ്റ് നടത്തും. മുന്നേ തന്നെ ചെയ്യുന്നതാണ് പ്രിക്വേഷണറി അസസ്മെൻറ്റ്. നെക്സ്റ്റ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽ ആണ്. അതടുത്ത വീഡിയോയിൽ പറയാം.